മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത് മുനമ്പം ഭൂമി വിഷയത്തിൽ നിലപാട് മാറ്റി കേന്ദ്രമന്ത്രി. വഖഫ് ബിൽ പരിഹാരമല്ല. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമായി വരുന്നുണ്ടല്ലോ. മുനമ്പത്തുകാർ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന് കിരൺ റിജിജു. മുൻകാല പ്രാബല്യം ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ലെന്നും മന്ത്രി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. വഖഫായി കണക്കാക്കാൻ കഴിയാത്ത മുനമ്പത്തെ ഭൂമിയിൽ വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും വഖഫ് നിയമ ഭേദഗതിക്കും എന്താണ് പ്രത്യേകിച്ച് കാര്യം? വസ്തുത കേന്ദ്രമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുനമ്പത്തെ ജനങ്ങളെ ഇനിയും പറഞ്ഞു പറ്റിക്കരുത് എന്ന് കമാൽ പാഷ പറയുന്നുണ്ട്. പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് സമരസമിതിയും പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി? ഇവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പക്ഷേ സംസ്ഥാനത്ത് ബിജെപിയെ വെട്ടിലാക്കിയ ഒരു കാര്യമായി പോയില്ല. മാത്രമല്ല, കിരൺ റിജിജുവിന്റെ പ്രസംഗമൊക്കെ നമ്മൾ ഇന്നലെ വൈകുന്നേരവും കാണിച്ചു. പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് മുനമ്പത്തുകാരുടെ കണ്ണീര് ഇതാ ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നുവെന്നാണ്. പക്ഷെ ഇന്നലെ വന്ന് കിരൺ റിജിജു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പറഞ്ഞത് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വരും എന്നാണ്. എന്തായാലും മന്ത്രി പറഞ്ഞ കാര്യം പത്രം പ്രധാനപ്പെട്ട ലീഡായി നൽകുന്നത് ഇങ്ങനെയാണ്: വഖഫ് ഭേദഗതി ബിൽ പാസാക്കുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്ന് പാർലമെന്റിൽ പറഞ്ഞ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തിയപ്പോൾ നിലപാട് മാറ്റി.